തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെതിരെ ഗുരുതര ആരോപണം. രാജൻ പല്ലൻ മേയറായിരുന്ന കാലഘട്ടത്തിൽ കൽദായ സുറിയാനി സഭയെ ചതിച്ചുവെന്നാണ് പരാതി. കിഴക്കേക്കോട്ടയിലെ റോഡ് വികസനത്തിനു വേണ്ടി സ്ഥലം വിട്ടു നൽകിയ പള്ളിക്ക് അതിന്റെ പണം നൽകിയില്ലെന്നാണ് ആക്ഷേപം. മേയറായിരുന്ന സമയത്ത് സമാന നിലയിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതിലേക്ക് പോകാം. വികസനത്തിനോട് ബന്ധപ്പെട്ട് ഈ കൽദായ സുറായി സഭയുടെ കുറച്ച് സ്ഥലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആ സഭയുടെ കുറച്ച് സ്ഥലങ്ങൾ ഈ റോഡ് വികസനത്തിന് അത്യാവശ്യമായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം സഭാധികൃതരെ ബിഷപ്പിനെയൊക്കെ ബന്ധപ്പെട്ടു, ഈ പ്രൊജക്റ്റ് അവരുടെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പോൾ അവർ അവരുടെ അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തു. അപ്പോൾ അവർ പറഞ്ഞെന്താണെങ്കിൽ ഈ മണ്ണുത്തി റോഡിൽ, അതായത് ഓപ്പോസിറ്റ് ലൂർദ് പള്ളി 5.2 സ്ഥലം വേണം. അപ്പോൾ അതിന് അവർ കോർപ്പറേഷൻ പണം കൊടുക്കും. രാജപല്ലൻ അത് വാക്കാലും റൈറ്റിങ്ങിലും എഴുതി കൊടുത്തു. അതുപോലെ സെയിം ടൈം നമ്മുടെ ഈ ഇക്കണ്ടവര റോഡ് വന്ന് ചേരുന്നിടത്ത് 3 സെൻറ്റ് സ്ഥലം സഭ വളരെ ഫ്രീ ആയിട്ട് രാജപല്ലന് കൊടുത്തു. അപ്പോൾ ഈ 5 സെൻറ്റ് സ്ഥലത്തിൻ്റെ പണം കൊടുക്കാനുള്ളൊരു വാഗ്ദാനം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നാളിതുവരെ ആ പണം സഭയ്ക്ക് കിട്ടിയിട്ടില്ല. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേരുന്നുണ്ട്. സാനു, എന്താണ് ഈ ആരോപണം? കൃഷ്ണരാജ, ഇവിടെ തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ പല്ലനെതിരെയാണ് ഈ ഗുരുതര ആരോപണം ഉണ്ടായിട്ടുള്ളത്. അത് സഭയിലെ തന്നെ വിശ്വാസികൾ തന്നെയാണ് ഇപ്പോൾ അതൊരു തുറന്ന പറച്ചിലുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിനു മുൻപ് UDF കോർപ്പറേഷനിൽ അധികാരത്തിലിരുന്ന സമയത്ത് രാജൻ പല്ലനായിരുന്നു മേയർ. ആ ഘട്ടത്തിലാണ് ഈ രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ഈ വികസനത്തിന്റെ പേരിൽ, റോഡ് വികസനത്തിന്റെ പേരിൽ വലിയ രീതിയിൽ സ്ഥലം ഏറ്റെടുപ്പൊക്കെ നടത്തിയിരുന്നു. അന്ന് അവിടെ വാക്ക് കൊടുക്കുകയും അതേപോലെ തന്നെ ഈ രേഖാമൂലം എഴുതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. കാരണം മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പണം നൽകാം എന്നൊക്കെയാണ് ഈ രാജൻ പല്ലന്റെ നേതൃത്വത്തിൽ വാഗ്ദാനങ്ങൾ ഉണ്ടായത്. എന്തായാലും കൽദായ സുറിയാനി സഭയോട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് രാജൻ പല്ലൻ അന്ന് ചെയ്തത് നീതീകരിക്കാനാവാത്ത തെറ്റാണ്. ഈ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതൽ പണം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സഭയുടെ കിഴക്കേക്കോട്ടയിലുള്ള ഭാഗത്തുള്ള 5.7 സെന്റ് സ്ഥലമാണ് ഈ രാജൻ പല്ലനും കൂട്ടരും കൂടെ കൈക്കലാക്കുന്നത്. ഈ റോഡ് വികസനത്തിന്റെ പേരിലാണ് ഈ സ്ഥലം വാങ്ങുന്നതെങ്കിൽ ഇതിന് ഈ ഭാഗത്ത് തന്നെ, ഈ പള്ളിയുടെ തന്നെ ഭാഗമായിട്ടുള്ള 3 സെന്റ് ഭൂമി ഇവർ സൗജന്യമായിട്ട് ഈ റോഡ് വികസനത്തിന് വേണ്ടി അന്ന് വിട്ടു നൽകിയിരുന്നു. എന്തായാലും 5.7 സെന്റ് ഭൂമിയുടെ പണമാണ് ഇന്നേക്കാലം വരെ നൽകാത്തത്. കാരണം രാജൻ പല്ലൻ മേയറായിരുന്ന സമയത്ത് ഇത് ഏറ്റെടുക്കുന്നു, അതിനുശേഷം ഈ പണം നൽകാമെന്ന് പറയുന്നു. പിന്നീട് രാജൻ പല്ലനെ ആ വഴിക്ക് കണ്ടിട്ടില്ല എന്നാണ് ഈ വിശ്വാസികൾ ഇപ്പോൾ ആരോപണ രൂപേണ പുറത്തു വിട്ടിട്ടുള്ളത്. അതിന് രേഖകൾ സഹിതം അവർ സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനുശേഷം അധികാരത്തിൽ വന്ന LDF ആണ്. ആ LDFന്റെ അടുത്ത് പണത്തിന് വേണ്ടിയിട്ട് സഭയുടെ അധികാരികൾ പലവട്ടം എത്തിയപ്പോഴും അവർക്കിത് അറിയില്ല. ആരാണോ ഈ സ്ഥലം വാങ്ങിയത് അവരോട് പോയി ചോദിക്കൂ എന്നുള്ളൊരു മുടന്തൻ ന്യായം പറഞ്ഞ് ഈ സഭാ അധികാരികളെ തിരിച്ച് പിന്തിരിപ്പിച്ച് വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ LDF ഭരണത്തിന് ശേഷം അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ആണ് ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ അധികാരം പിടിച്ചത്. അതിനുശേഷം നിജി ജസ്റ്റിൻ, തൃശ്ശൂർ മേയറായിട്ടുള്ള നിജി ജസ്റ്റിന്റെ നേതൃത്വത്തിൽ ഈ അദാലത്തൊക്കെ നടത്തിയ സമയത്ത് സഭാ അധികാരികൾ ഈ വസ്തുവിന്റെ പണത്തിന് വേണ്ടി ഈ കോർപ്പറേഷനിലേക്ക് കയറി വരികയും ഈ വാർത്ത നമുക്ക് കൂടുതൽ വിശദമായി വരും മണിക്കൂറുകളിൽ എടുക്കേണ്ടി വരും. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി മുൻ മേയറായിരുന്ന രാജൻ പല്ലനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്.